much we is pleasure, boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ കളിക്കുന്ന ഫാർ ക്രൈയിലെ ഒരു ഏറ്റവും കിടുക്കാച്ചൊരു മിഷനാണ് ഗൈസ്. അതായത് ഇന്നത്തെ മാമൂത്തിനെ ഹണ്ട് ചെയ്യുന്ന ഒരു മിഷനാണ് ഗൈസ് നമ്മളെ കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകും, നമ്മളെ ആൾക്കാരുള്ള ഏരിയയാണ് ഗൈസ്, അവിടെ പോവുക. എന്നിട്ട് നമ്മൾ ഒരു ആനയുണ്ട്, പുള്ളിക്കാരനെ പോയി കാണുക. പിന്നെ പുള്ളിക്കാരൻ നൈസായിട്ട് അവിടെ വന്നിട്ട് നമ്മളെ വേട്ടയാടാൻ വരും ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടാനല്ല ഗൈസ്, ആ ഒരു ആന നമ്മളെ വന്ന് സ്ഥലം മുഴുവൻ നശിപ്പിക്കും, നമ്മളെ അടിച്ച് കൊല്ലാൻ നോക്കും. പക്ഷേ അതിന് മുന്നേ ഗൈസ് നമ്മൾ അവനെ കൊന്നിരിക്കണം. അതാണ് സംഭവം ഗൈസ്. എന്തായാലും നമ്മൾ ഇന്ന് അവനെ കൊല്ലും, നമ്മൾ ചാവത്തില്ല ഗൈസ്. ഈ കളി കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടുതലാണ് ഗൈസ്. എന്തായാലും ചാവത്തില്ല ഗൈസ്, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ്. എന്തായാലും നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്ക്, എനിക്ക് ഇഷ്ടപ്പെടാൻ നല്ലൊരു ചാൻസ് കൂടുതലാണ് ഗൈസ്. സൈബർ തൂത്തിനൊക്കെ കൊന്നിട്ടേക്കുന്നു. ആരാടാ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഗൈസ്? ആടാന്ന് തോന്നുന്നു കൊന്നേ സൈബർ തൂത്തിനെ. ഇതിലും വലിയ നാണക്കേടൊന്നും വരാനില്ല ഗൈസ്. ഓക്കേ ഗൈസ്, എന്തുമായിക്കോട്ടെ ഗൈസ്, എന്തായാലും അവനെ നമ്മൾ കൊല്ലും, അതിന് യാതൊരു ഇതുമില്ല. മാമത്തിനെയൊക്കെ എറിഞ്ഞ് തകർക്കുക ഗൈസ്. അല്ല വേറെ ഒന്നും പറയില്ല അവനെ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിയറാണ് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഹായ്, ഓക്കെ അവനെ കൊടുത്തു ഗൈസ്. ബാക്കിയുള്ളവന്മാർ കാണുന്നതിന് മുന്നേ പോവാം, അല്ലെങ്കിൽ നമുക്ക് മെഷീനൊന്നും റെക്കോർഡിംഗ് ഒന്നും നടക്കത്തില്ല ഗൈസ്. യുവമാരെ കൊന്നു ഒരു അറ്റത്തങ്ങ് പോകും, പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരണം. ഇതൊക്കെയാണ് വള്ളി. അപ്പോഴത്തേനും വരുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു വഴി കൂടെ വേറെ അവന്മാർ വരും, അവന്മാരെ കൊല്ലണം. അവന്മാരെ കൊന്ന് നേരെ തിരിഞ്ഞു പോവും ഗൈസ്. ഇതൊക്കെ വലിയ ചാടക്കുള്ള പരിപാടിയാണ്. അതിലും ഭേദം നമ്മൾ മര്യാദയ്ക്ക് പോവുക, ഫ്രണ്ടിൽ നിൽക്കുന്നവനെ മാത്രം കൊല്ലുക, ബാക്കിയുള്ളവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടെന്ന് വിചാരിക്കുക പോവുക. അത്രേ ഉള്ളൂ ഗൈസ്, അതാണ് നല്ലത്. ഒരു പ്രശ്നമില്ല ഗൈസ്. ദേ ഇവിടെയാണ് നമ്മൾ മെഷീൻ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടത്. ഇവിടെ ഗൈസ്, ഇവിടെ നിന്ന് നമ്മൾ മെഷീൻ അക്സെപ്റ്റ് ചെയ്ത് ദ ഗ്രേറ്റ് ബീസ്റ്റ് എന്നാണ് ഗൈസ് ഈ ഒരു മെഷീൻ്റെ പേര്. ഇതൊരു അടിപൊളി മെഷീനാണ്. നിങ്ങൾ എന്തെങ്കിലും കണ്ടു നോക്ക് ഗൈസ്, ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയാ. ഒന്ന് പൊളിക്കും ഗൈസ്, നമ്മൾ പൊളിച്ചടുക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് മെഷീൻ തുടങ്ങുന്നത്. കുറച്ചേ ഉള്ളൂ, നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഒരു 200 മീറ്റർ ഗൈസ്. 200 മീറ്ററൊക്കെ കട്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് കട്ട് ചെയ്യാനൊന്നുമില്ല ഗൈസ്. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ ആൻഡ്രോയിഡിലെ ഓരോ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരും ഗൈസ്. ആൻഡ്രോയിഡും PC ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. അതുപോലെ എൻ്റെ എക്സ്ബോക്സിലെ ഗെയിം പാസ് ഒക്കെ തീർന്നു ഞാൻ, പിന്നെ അതുകൊണ്ട് ഇപ്പോൾ വലിച്ചുകുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ക്രാക്കാണ് എടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കും ഗൈസ് സംഭവമൊക്കെ ഒന്ന് സെറ്റായി വരാൻ ഗൈസ്. അപ്പം നമ്മൾ വീഡിയോയിലാക്കുന്നത് അത്ര അടിക്കത്തില്ല. മാക്സിമം ഓരോ ദിവസം ഓരോരോ വീഡിയോ തന്നെ ഇടാൻ നോക്കാം ഗൈസ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിലെ ഗെയിംസിനൊക്കെ ഓരോ പരിചയപ്പെടുത്തി തരാനൊക്കെയാണ് ഗൈസ് പ്ലാൻ ഗൈസ്. ഇതൊക്കെ നമ്മുടെ ടീമാണ് കണ്ടോ. അവനെ ഞാനിപ്പോൾ കൊന്നേന് അപ്പോഴത്തേനും നെഞ്ചത്തടിച്ച് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപ്പോഴേ കൊന്നേന് ഗൈസ്. ഒന്നും ഇല്ല. ഇതേ നമുക്ക് സ്പിയർ ഉണ്ട് ഗൈസ്. സത്യം പറയാലോ, ഈ സ്പിയർ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവലുള്ള സാധനം ഈ സ്പിയറാണ് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് സ്പിയറിനൊക്കെ എറിയുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഒരു പിടുത്തം ഇല്ല ഗൈസ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് സംഭവം. ഞാൻ അത്ര അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വെച്ചത്. എനിക്ക് ആ അമ്പും വില്ലും പോലും അത്ര ഇതില്ല. പക്ഷെ സ്പിയർ ഉണ്ടോ, ഒരു 12 സ്പിയറൊക്കെ ആക്കാൻ പറ്റിയായിരുന്നു ഗൈസ്, പൊളിയായിരുന്നു കേട്ടോ. വേഗം കളി ജയിക്കായിരുന്നു ഗൈസ്. നമ്മൾ തീയൊക്കെ വെച്ചേക്കാം, ആവശ്യം വരും ഗൈസ്. എന്തായാലും തീയൊക്കെ ആവശ്യം വരും. ഗൈസ്, ഇവനാണ് നമ്മുടെ ആന. ഇവനെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. റീച്ച് ദ മാമൂത്ത് എന്നാണ് കാണിച്ചേക്കുന്നത് ഗൈസ്. നമ്മൾ മാമൂത്തിൻ്റെ അടുത്ത് എത്തി. ഇനി മാമൂത്ത് എന്ത് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ ഗൈസ്. മാമൂത്ത് നമ്മളെ കണ്ടു തോന്നുന്നു. ഓക്കെ ഗൈസ്, ഒന്നും ചെയ്യണ്ട, നമ്മൾ മണ്ടക്കോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു പട്ടിയാക്കുവാണ് നമ്മളവിടെ ഗൈസ്. നമ്മൾ താഴെ ചെന്നു, മാമൂത്തിനെ കാണാൻ പറഞ്ഞു പോയി. മാമൂത്തിനെ കണ്ടു ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളെ അത് ആന എന്നൊക്കെ കാണിച്ചു, നമ്മൾ ആനയെ വാങ്ങാൻ പോകുന്ന പോലെ അത് ആന എന്നൊക്കെ കാണിച്ചു തന്നിട്ടായിരിക്കും ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് മണ്ടക്കോട്ട് പോയി നോക്കാം ഗൈസ്. എന്താടാ കുട്ട ഇത്? ഇത് എന്ത് കളിയാടാ ഇത്? ഒരു തരത്തിലും പറ്റത്തില്ലല്ലോ. ഇതേ നോക്കി ഗൈസ്, ഇവിടെ എന്തോ ചെയ്യാനാ ഗൈസ്, ഇവിടെ എന്തോ ചെയ്യാനാ ഞാൻ നോക്ക്. ഇവിടൊക്കെ ഇല്ലടാ
ഗൈസ് ഇവിടെ എന്ത് ഞാൻ ചെയ്യണ്ടേ ഗൈസ്? ഒരു പിടിയില്ല, നമ്മൾ എന്ത് ചെയ്യണ്ടേന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. നോക്ക് ഇവിടെ എങ്ങാണ്ട് ഒരു ഇത് വന്നേക്കുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കല്ലിനോട് ഗൈസ് നോക്ക്. ഓക്കെ, നമ്മൾ മുട്ടൂത്തിരുന്നാൽ മതിയായിരുന്നു ഗൈസ്, മുട്ടൂത്തിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. നമ്മുടെ ആനിപ്പേര് നമുക്ക് ലോങ് ഹണ്ടൊക്കെ ഗൈസ്. എടാ ഇത് ഏതുവഴിയാണ് ഇവൻ വരുന്നത്? എടാ ഇത് ഞാൻ അവിടെ നിൽക്കുമല്ലേ, ഒന്ന് പോയി പിടിക്കാവോ അതിനെ ഗൈസ്? ഈ സൈബർ തൂത്ത് വെറും ഉടായിപ്പോ ഇതുപോലെ ഒരെണ്ണം. അതുകൊണ്ട് അവൻ്റെ കാലിൻ്റെ കീഴെ പോയി നിന്ന് അടി വാങ്ങുന്നു, എന്നാലും അവനെ കടിക്കത്തില്ല ഗൈസ്. നോക്കാം, അവൻ അവിടെ സൈഡിൽ പോയി നിൽക്കുന്ന ഇവനെന്ത് കാണിക്കുന്നേ എനിക്കറിയത്തില്ല. നോക്കാം, അവൻ നിൽക്കുന്നുണ്ടോ? അവൻ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവനെയൊക്കെ എന്തോ പറയുന്നത്, ഇവനെയൊക്കെ എന്തിനാ വളർത്തിയ എന്തിനാ ഗൈസ്? ഇതിനൊന്നും പിടിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. സൈബർ തൂത്തിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് അതല്ല, എന്നെ അടിച്ചപ്പോൾ മാത്രം വരുന്നു ഈ യജമാനനോട് മാത്രം സ്നേഹമുള്ളൊരു സാധനം ഗൈസ്. ഇപ്പം തീരുമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ സ്പിയർ എടുത്തു. ഇനിയിപ്പോൾ ചെതർ തലയ്ക്ക് തന്നെ ഇന്ന് എറിഞ്ഞ് തലയ്ക്ക് ഞാൻ പിടിപ്പിക്കാം ഗൈസ്. ഇന്ന് സ്പിയർ കൊണ്ട് ചത്തടാ. എടാ ചത്ത് നോക്ക്. സ്പിയറിന് കുറച്ച് ആകെ 2 സ്പിയർ എങ്ങാണ്ട് യൂസ് ചെയ്തുള്ളൂ ഗൈസ്. അപ്പോഴേ തീർന്നു. ഇവനൊക്കെ ഇത്ര ഉള്ളു ഗൈസ്. ഇവന്മാരൊക്കെ വിചാരിച്ച് ഞാൻ എന്താ പെയ്യെ കുറച്ച് സമയമൊക്കെ എടുക്കുമായിരിക്കുമല്ലോ. ഇത്ര ഉള്ളൂ ഗൈസ്. നമ്മളെ സൈബർ തൂത്തി ആവാറായി കേട്ടോ. എന്തായാലും നീങ്ങ തിന്നെ. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഗൈസ്. ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിലൊന്നും ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ട് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. പവറാക്കട്ടെ. നമുക്ക് വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്? അതൊന്നും ഓർത്ത് 200 വ്യൂസ് ഉണ്ടായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. ചിലപ്പോഴൊക്കെ 200 വ്യൂസ് ഉള്ളു കേട്ടോ. വലിയ അഹങ്കാരം കുറയൊന്നുമില്ല. ചിലപ്പോഴൊക്കെ 7-8 വ്യൂസ് 3-4 വ്യൂസൊക്കെയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാം, ചില വീഡിയോക്കൊക്കെ വ്യൂസ് കയറിയിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ചുമ്മാ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി. ആരും ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.